ഹലോ, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരുന്നു കേട്ടോ. എൻ്റെ സൗണ്ട് ശരിയല്ല, ജലദോഷമാണ് കേട്ടോ. തനിക്കുട്ടി രാവിലെ എണീറ്റ് ഭയങ്കര കളിയായിരുന്നു. ഇപ്പം അവൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഇന്നിപ്പം നല്ല വെയിലുള്ള ദിവസമാണ്. അവളെ അവിടെ കിടത്തിയിട്ട് സാമ്പാർ കഷ്ണങ്ങളെടുത്ത് അരിയാന്ന് വിചാരിച്ചു. ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ, കുറച്ച് അല്ലറ ചില്ലറ കഷ്ണങ്ങൾ മാത്രമേ എടുത്തു വെച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്കിന് വേണ്ട അവൾക്ക് ഉറക്കം വന്ന് അവളെ അങ്ങനെ ഉറക്കി കിടത്തി കേട്ടോ. ഞാൻ അവിടെ തൊട്ടിലാണ് കിടത്തുന്നത്. അങ്ങനെ തൊട്ടിലിൽ കിടത്തിയിട്ട് ഞാനങ്ങ് അടുക്കളയിലോട്ട് പോകും. അപ്പം നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ കുറച്ച് വിറകുകൾ ഉണങ്ങാനിട്ടുണ്ടായിരുന്നു, അതെല്ലാം വെയിലത്തിട്ട്. ഇന്നിപ്പോൾ സാമ്പാർ ആയതുകൊണ്ട് തന്നെ പരിപ്പ് റീസ്റ്റോക്ക് ചെയ്ത് വെക്കണമായിരുന്നു കേട്ടോ. പിന്നെ സാമ്പാറിലേക്കുള്ള പരിപ്പ് കുറച്ചെടുത്ത് കഴുകാനായിട്ട് ചീഞ്ചട്ടിയിലേക്കിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇതാ കബോർഡിൻ്റെ ഉള്ളിലേക്ക് ടിന്നിനകത്ത് നിറച്ച പരിപ്പെല്ലാം കൂടെ എടുത്ത് വെച്ച് കേട്ടോ. ഈ ടിന്ന് 24 സെറ്റാണ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ ചെറുതുമുണ്ട് വലുതുമുണ്ട്. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കറി വെക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പരിപ്പ് ആദ്യം കഴുകി അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളിയും ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചതിന് അടുപ്പത്തേക്ക് അങ്ങ് വെച്ച് കേട്ടോ. പിന്നെ വെയിലുള്ളത് കൊണ്ട് തന്നെ ചൂട്ടൊക്കെ എടുത്ത് വെയിലത്തോട്ടിട്ട് അപ്പോഴത്തേക്കിന് ഇതാ എൻ്റെ പരിപ്പ് ഏകദേശം ഒന്ന് വെന്ത് പിന്നെ വന്ന് സാമ്പാർ കഷ്ണങ്ങൾ അതിലേക്കിട്ട്. ഒത്തിരി കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടൊരു 3-4 കഷ്ണങ്ങൾ മാത്രമേ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളൂ. ഇവിടെ എല്ലാവരും നോർമലി സാമ്പാർ വെക്കുന്നത് തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ. എനിക്ക് തേങ്ങ അരച്ച സാമ്പാറിനെക്കാട്ടിലും നോർമലി ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് ഇഷ്ടം. ഇത് പിന്നെ തനുവിന് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം എടുക്കണം കേട്ടോ. അത് ഏകദേശം ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ അതങ്ങ് മാറ്റി വെക്കും. താനുക്കുട്ടിയാണെങ്കിൽ അധികം നേരമൊന്നും കിടന്നുറങ്ങത്തില്ല കേട്ടോ. ഒരുമാതിരി പൂച്ചോർക്കമൊക്കെ ഉറങ്ങിയിട്ട് എണീക്കുന്ന പോലെ കുറച്ച് നേരം കിടന്നുറങ്ങിയതിന് ശേഷം അവളങ്ങ് എണീക്കും. പിന്നെ ഒരു 9-9:45 ആകുമ്പോഴത്തേക്കും ഞാൻ അവളെ അങ്ങ് കൈയോടെ കുളിപ്പിക്കും കേട്ടോ. അപ്പോൾ സാമ്പാർ അങ്ങനെ അടുപ്പത്തിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ബീട്രൂട്ട് തോരന് സംഭവം സെറ്റ് ചെയ്യാൻ ഓർത്ത്. അങ്ങനെ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അരിഞ്ഞുകൊണ്ടൊന്നും ഞാൻ ഇരിക്കത്തില്ല കേട്ടോ. ചോപ്പർ ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ പണി ഏകദേശം ഒന്ന് സിമ്പിളാകും. ശരിക്കും പറഞ്ഞാൽ ഇത് വാങ്ങിച്ചിട്ട് കുറച്ച് നാളായിട്ടേ ഉള്ളൂ കേട്ടോ, ഏകദേശം ഒരു 1 മന്ത്. ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ കിടിലനാണ്. ഇത് നോൾട്ടയുടെ നല്ലൊരു ചോപ്പറാണ് കേട്ടോ. ശരിക്കും നമ്മുടെ തോരന് ആ ഒരു പരുവത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ ഒരു ബ്ലേഡാണുള്ളത്. ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ, പറയാതിരിക്കാൻ മേല. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട് ധൃതി പിടിച്ചിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ സമയം ഒരുപാട് നമുക്ക് നഷ്ടമാകും. അപ്പോൾ നമ്മൾ ഈ ചോപ്പർ പോലത്തെ സംഭവത്തിനകത്തിട്ട് നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്രയും സമയം ലാഭിക്കാം. അങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ തനിക്കുട്ടി താണ്ട് ഇവിടെ എണ്ണീറ്റ് കേട്ടോ. അവൾ തൊട്ടിലിൽ നിന്ന് എണ്ണീറ്റ് ഇതാ കാലൊക്കെ വെളിയിലേക്ക് ഇട്ട് കിടക്കുവാണ്. പിന്നെ അവളെ വന്ന് പെട്ടെന്ന് എടുത്ത് കട്ടിലോട്ട് കിടത്തി. ഇനിയിപ്പം തനിക്കുട്ടിയെ കുറച്ച് നേരം ഇങ്ങനെ കളിക്കാനായിട്ട് വിടണം. അവൾ കുറേ നേരം കാലൊക്കെ ഇട്ട് കട്ടിലിൽ കിടന്നിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്കിന് ആ സമയത്ത് ഞാൻ ബാക്കി സവോളയും കൂടെ ചോപ്പറിനകത്തിട്ട് കട്ട് ചെയ്തിട്ടോ. അങ്ങനെ തോരനുള്ള എല്ലാ സെറ്റപ്പും ആയി. ഇനിയിപ്പം അത് അടുപ്പത്തോട്ട് വെക്കുക. സാമ്പാർ അടുപ്പത്തിരുന്ന് സെറ്റായിക്കോളും. അങ്ങനെ ഏകദേശം ഒരു പണിയൊക്കെ ഒന്ന് ഒതുങ്ങി കേട്ടോ. പിന്നെ ഇനിയിപ്പം താനക്കുട്ടീനെ കുളിപ്പിച്ചിട്ട് അംഗൻവാടിയിലേക്ക് പോകണം. ഇത് ഞാൻ ചോപ്പർ കഴുകിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ. ഇത് നമ്മുടെ തോരന് ഒഴിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചതാണ്. ചോറാണെങ്കിൽ രാവിലെ ഞാൻ റൈസ് കുക്കറിനകത്ത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ യൂസും നല്ല അടിപൊളിയാണ്. ഇത് നോൾട്ടയുടെ തന്നെയാണ് റൈസ് കുക്കർ. ചോറ് തേണ്ട രാവിലെ ഞാൻ തിളപ്പിച്ച് റൈസ് കുക്കറിനകത്ത് ആക്കി വെച്ചതാ. ഇതിപ്പോൾ ചോറ് വെന്ത്, ഇനിയിപ്പോൾ ഇത് ചോറ് ഊറ്റിയാൽ മതി. അങ്ങനെ അതൊക്കെ സെറ്റായി. ഇതിപ്പോൾ തോരന് ഞാൻ കടുക് വറക്കുവാണ് കേട്ടോ. ഇവിടെ തനിക്കുട്ടി കളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അവളെ ഉറക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.